ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറഞ്ഞ ചിലവിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിത് ഇതുപോലെയുള്ളൊരു പ്ലെയിൻ മെറ്റൽ ഹെയർ ബാൻഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൽ ചുറ്റുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള 1/2 ഇഞ്ചിൻ്റെ സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സാറ്റിൻ റിബൺ കവർ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. കാണാത്തവരൊക്കെ അത് പോയി കണ്ടു നോക്കണേ. പിന്നെ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള നെറ്റ് ഫാബ്രിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് 1 മീറ്റർ നീളത്തിലും 4 സെൻറ്റിമീറ്റർ വീതിയിലുമാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു സൂചി എടുത്തിട്ടുണ്ട്, നൂല് അതിൽ കോർത്തിട്ട് അറ്റത്ത് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ നെറ്റ് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു നെറ്റ് ഫുള്ളായിട്ടും ചെയ്തെടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഇതിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രില്ലെല്ലാം ഇതുപോലെ ഒരു വശത്തേക്ക് ആക്കി കൊടുക്കണം. ഈ ഒരു ഫ്ലവർ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്യുന്നത്. അതിൽ എക്സ്ട്രാ കുറച്ച് വർക്കും കൂടി ചെയ്തിട്ടാണ് ഈ ഒരു ഹെയർ ബാൻഡ് തയ്യാറാക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് തുന്നി കൊടുത്ത് അതിൻ്റെ അറ്റത്തുള്ള ഇതിൻ്റെ ഉള്ളിൽ കൂടി അതുപോലെ സൂചി കോർത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട്. ടൈറ്റാക്കി കൊടുത്തിട്ട് നമ്മൾ നൂല് ഇവിടെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഫ്രില്ലൊക്കെ അതുപോലെ ഒന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫ്ലവർ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ഫ്ലവർ കുറച്ച് വലുതാണ്. അപ്പോൾ നമുക്ക് ഇത്രയും വലുപ്പം ആവശ്യമില്ല. അപ്പോൾ ഞാനതിൻ്റെ ചുറ്റും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് ചെറുതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. നമ്മളൊരു ഫ്ലവറിൻ്റെ സ്റ്റെൻസിൽ വെച്ചിട്ട് സോൾഡറിങ് അയൺ യൂസ് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫ്ലവറിൻ്റെ സ്റ്റെൻസിൽ ഞാൻ കട്ടിയുള്ള പേപ്പറിൽ വരച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സോൾഡറിങ് അയൺ ഇല്ലെങ്കിലും ഇതുപോലെ സ്റ്റെൻസിൽ വെച്ചിട്ട് പെൻസിൽ വെച്ച് വരച്ചിട്ട് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. സോൾഡറിങ് അയൺ യൂസ് ചെയ്താൽ നമുക്ക് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ 6 ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൽ ഓരോ പെറ്റലിൻ്റെയും ഭാഗത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ 6 എണ്ണത്തിൽ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു അയൺ ബോക്സ് ചൂടാക്കിയിട്ട് അതിൽ നമ്മൾ ഈ ഫോം ഫ്ലവർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ചൂടാക്കി കൊടുക്കുന്ന സമയത്ത് ഫ്ലവറിലെ പെറ്റൽസ് എല്ലാം ഒന്നുകൂടി കൂടുതൽ ഭംഗിയിൽ നിൽക്കും. ഇത് രണ്ടും ഒന്ന് ചൂടായതും ഒന്ന് ചൂടാകുന്നതിന് മുമ്പുള്ളതാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ഭംഗിയിൽ നിൽക്കുന്നത് നമ്മളൊന്ന് ചൂടാക്കി കൊടുത്തതിന് ശേഷമുള്ളതാണ്. അപ്പോൾ 6 ഫ്ലവർ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് വെച്ചിട്ടൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുപോലെയുള്ള 3 പോളൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പോളൻ്റെ താഴെയുള്ള ലീഫ് പോലെയുള്ള ഭാഗം നമ്മൾ എടുത്ത് കളയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ 3 ഫ്ലവറാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലുള്ളൊരു ഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടി ഈ ഒരു പോളന് ഇങ്ങനെ കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് അവിടെ ഉറപ്പിച്ചെടുക്കുന്നുണ്ട്. ഓരോ പെറ്റലിലും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫ്ലവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്ലൂ വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതൊരു വൃത്തികേടായിട്ട് നിൽക്കും. അപ്പോൾ വളരെ കുറഞ്ഞ ഗ്ലൂ യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം. ഓരോ ഇതളിലും ഇതുപോലെ ഗ്ലൂ ആക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് അടുത്ത ഇതൾ ഈ ഒരു രീതിയിലാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഒരു ഫ്ലവർ ഫുള്ളായിട്ടും ഈ രീതിയിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്തായിട്ട് ഒരു
ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഓരോ ഇതളുകളും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓരോ ഇതളിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരുപാട് മോഡൽസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതൊക്കെ കയറി കണ്ടു നോക്കണം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഫ്ലവർ നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലും മെറ്റൽ ഹെയർ ബോയിലും നീലോൺ ബെൻഡിലും പിന്നെ നമ്മുടെ ക്രാബിലും എല്ലാം ഒട്ടിക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു പോളൻ്റെ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. അതിൻ്റെ താഴെ കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ 3 ഫ്ലവേഴ്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു 3 ഫ്ലവറും നമ്മൾ നെറ്റിൽ ചെയ്തിട്ടുള്ള അതിലൊട്ടിച്ചെടുക്കണം. 3 ഫ്ലവർ ഇതുപോലെയാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതും ഒട്ടിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹെയർ ബാൻഡിൽ ഒട്ടിക്കാനുള്ള ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഹെയർ ബാൻഡ് നമ്മൾ നേരത്തെ സാറ്റിൻ റിബൺ വെച്ചിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ താഴെ ഒട്ടിക്കാനുള്ള പേപ്പർ ക്യാൻവാസാണ് എടുത്ത് ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നും ഒരു വശത്തേക്ക് ചെരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഫ്ലവർ ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫ്ലവർ ഇതിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ താഴെ ഭാഗത്ത് അതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പേപ്പർ ക്യാൻവാസ് ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് ഹെയർ ബാൻഡുകളുടെ മേക്കിംഗ് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടു നോക്കുക, ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.